Hi everyone, I am Anjana. Welcome to our channel Alexanjana Foodie Lifestyle. Today I am going to prepare egg and sweet corn soup, which is a very tasty and easy one. Please follow the English subtitles given in the video. Enjoy cooking. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം കുരുമുളക് പൊടി, അല്പം ഉപ്പും ചേർത്തൊന്ന് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. കുറച്ച് മതി. പിന്നെ അല്പം ബട്ടറും. ഇതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇച്ചിരി ബൈറ്റ് ചെയ്യാൻ കിട്ടുന്ന രീതിയിൽ ഉള്ള പീസസ് ആയിട്ട് കിടക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് റിഫൈൻഡ് ഓയിൽ കൂടെ ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിടുകയാണ്. 1.5 ടീസ്പൂൺ വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരുപാട് വഴറ്റണ്ട. ഒന്ന് പച്ചമണം മാറി ചെറുതായിട്ടൊന്ന് മണം വന്നു തുടങ്ങുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്ത് വന്നു തുടങ്ങി. നമുക്കിനി ഒരു സവാള, ഇടത്തരം സവാളയാണ്, അത് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ലൈറ്റായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് നീളത്തിലരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത് ഇടുകയാണ്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ സ്വീറ്റ് കോൺ, അത് ഞാൻ 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഗ്രീൻ പീസും സ്വീറ്റ് കോണൊന്നും വേവാൻ ടൈം വേണ്ട, എന്ന് വെച്ചാൽ ഓൾറെഡി ഹാഫ് കുക്ക്ഡായിട്ടിരിക്കുകയാണ്. ഇത് ഫ്രോസൺ അല്ലേ, ഇപ്പം ഒന്ന് ചൂടായാൽ മതി വേവാൻ. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർക്കുന്നു. നമുക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ക്യാപ്സിക്കം വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ഏതെങ്കിലും ബ്രൊക്കോളിയോ ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ്. ഇതൊന്നും അധികം കുക്കാവണ്ട, ഒന്ന് ക്രഞ്ചിനെസ് വേണം. പിന്നെ ഞാൻ അല്പം കൂടെ പെപ്പർ ചേർത്ത് കൊടുക്കണം, പെപ്പർ പൗഡർ കുറച്ചുകൂടെ 1/4 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് സോസസ് ഒന്നും ചേർക്കുന്നില്ല, വേണമെങ്കിൽ ലൈറ്റ് സോയ സോസ് ചേർക്കാം.
ഈ സെലറിയുടെ തണ്ട് അത് ഞാൻ കുറച്ച് ഒരു 1.5 ടീസ്പൂണുണ്ട്. അത് തണ്ട് മാത്രമാണ്, ഇലയും ചേർക്കാം ഇഷ്ടമുണ്ടെങ്കിൽ. ഇത് നിർബന്ധമില്ല, ഇതൊക്കെ ഓപ്ഷനാണ്. നല്ലൊരു മണം കിട്ടും. നമ്മൾ ഇതിനകത്ത് പ്ലെയിൻ വാട്ടർ ചേർക്കുന്നതിന് പകരം വെജിറ്റബിൾ സ്റ്റോക്ക് അങ്ങനെ ചേർത്താൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ചേർത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ ഈ മാഗിയുടെയൊക്കെ ചിക്കൻ ക്യൂബ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്കിൻ്റെ ക്യൂബ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ ചേർത്താൽ നല്ലതാണ്. ഇതിപ്പോൾ ഞാനത് ചേർക്കുന്നില്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ മതി. ഇത് തന്നെ വളരെ ടേസ്റ്റാണ്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളയ്ക്കണം. നമുക്ക് ഇനിയും വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ ആവശ്യമനുസരിച്ച് വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഇനിയും കൂട്ടാം. എന്നുവെച്ചാൽ ഇനി കോൺ സ്റ്റാർച്ചൊക്കെ ചേർക്കും, കുറുകും. അപ്പം നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ച് തുടങ്ങി. ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് ഒരല്പം കുറവാണ്, കുറച്ചുകൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 സ്പൂൺ കൂടെ ചേർത്തു. ഇനി ചേർക്കേണ്ടത് നമുക്ക് വിനീഗർ ചേർക്കണം. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഒഴിച്ചു. ഇനി കുറച്ചുകൂടെ പുളി വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാം. ഇനി ആ ഒരു പുളിപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഷുഗർ കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം ഉണ്ടോ നോക്കുക, പുളിപ്പും ഉപ്പും എരിവും എല്ലാം. നമ്മൾ 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടിയുടെ എരിവും ഉണ്ടാവും. ഒന്നുകൂടെ തിളച്ചിട്ട് നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ട, 3 മുട്ടയാണ്, ഇത് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ എഗ് ഡ്രോപ്പായിട്ടാണ് ചെയ്യുക. അതായത് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്, സ്ക്രാമ്പിൾ ചെയ്യുന്നതിന് പകരം. ഇത് ആ ബൈറ്റ് കിട്ടാനാണ്. നമ്മൾ ചിക്കനൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ ഇതുപോലെ എഗ് ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ രീതി ചെയ്യുന്നത് എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഇത് എൻ്റെ തന്നെ ഒരു റെസിപ്പിയാണ്. ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളിങ്ങനെ സ്ഥിരം കഴിക്കുന്നതാണ്. അപ്പം ഇതൊന്ന് തിളയ്ക്കട്ടെ. നമുക്കിനി കോൺ സ്റ്റാർച്ചൊക്കെ ചേർക്കണം. നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 1/4 കപ്പ് വെള്ളത്തിൽ കോൺഫ്ലോർ കലക്കിയത് ഞാൻ ചേർത്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി, ആ തിക്നെസ്സൊക്കെ കറക്റ്റ് ആവും. കണ്ടോ, പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ആയി. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രീൻസും വൈറ്റ് പോർഷനും ചേർത്താൽ വളരെ ടേസ്റ്റാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് ടേസ്റ്റിന് മല്ലിയില ഇങ്ങനെ അരിഞ്ഞത്, അത് ചേർത്താലേ ആ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് സെലറിയുടെ ലീവ്സും ചേർക്കാം, അതും വളരെ നല്ലതാണ്. ഇപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ 1 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫില്ലിംഗ് ആണ്. നമുക്ക് വിശക്കുമ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ, ഒരു ബൗൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആണ്, ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും, വളരെ ഫ്രഷാണ്.
ഇനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ എളുപ്പം തന്നെ നമ്മുടെ എഗ് ആൻഡ് സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ ഞാനൊരു ബൗളിലേക്ക് എടുക്കുകയാണ്. മുട്ട സ്ക്രാമ്പിൾ ചെയ്തുകൊണ്ട് കണ്ടോ, ആ കഷ്ണങ്ങളൊക്കെ കാണാം. സ്വീറ്റ് കോൺ ഉണ്ട്, അപ്പം അതിൻ്റെ ഒരു മധുരവും മല്ലിയിലയുടെ ടേസ്റ്റും ഒക്കെ വളരെ റിഫ്രഷിംഗ് ആണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. Now our easy and tasty egg and sweet corn soup is ready. You can have it with cut chillis and soya sauce too. If you like the video, please subscribe and share it to your friends. Thanks for watching our video. Bye bye.